ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമ്മൾ മുന്നേ ഗിൽറ്റർ ട്യൂബ് വെച്ചിട്ട് ഒരു എയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഫുള്ള് ട്യൂബ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന പീസ് വെച്ചിട്ട് ഒരു എയർ ബാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ബാലൻസ് ഉള്ള പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിതിന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ സെയിം അളവിൽ തന്നെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഫുള്ളായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 പീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എൻഡിൽ വെച്ചെടുക്കാൻ ഇതുപോലെ ചെറിയ 2 ബീഡ്സ് വേണം. പിന്നെ 4 mm കുറച്ച് ബീഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് 8 mm കുറച്ച് ഇതുപോലെ വലിയൊരു 8 ബീഡ്സും കൂടെ വേണം. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസിൻ്റെ എൻഡിൽ നമുക്ക് ആ ബീഡൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ബീഡ് ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബീഡ് നന്നായി ഒട്ടിയതിന് ശേഷം നമുക്ക് ആ 4 mm ബീഡ്സ് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെറ്റീരിയൽസ് എവിടുന്നാണ് വാങ്ങിക്കുന്നത്, എത്രയാണ് റേറ്റ് വരുന്നതെന്നൊക്കെ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മളൊരു സൈഡിൽ ഇതുപോലെ 12 ബീഡാണ് കേട്ടോ കോർത്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കോർത്തതിന് ശേഷം നമ്മൾ ആ ഗിൽറ്റർ ട്യൂബിൻ്റെ പീസ് ഒന്ന് ഇതുപോലെ കോർത്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു വലിയ ബീഡ് കോർത്തെടുക്കാം. വീണ്ടും നമുക്കൊരു ട്യൂബ് പീസ് കോർത്തെടുക്കാം. നമ്മളെല്ലാ ട്യൂബ് പീസസും നമുക്കിതുപോലെ കോർത്തെടുക്കാം. അപ്പോൾ നമുക്ക് 10 ട്യൂബ് പീസാണ് ഉണ്ടാവുക. പിന്നെ വലിയ ബീഡ് 8 എണ്ണമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഫുള്ളായി ഒന്ന് കോർത്തെടുക്കാം. അപ്പം നമ്മളിതുപോലെ ഫുള്ളായി ബീഡ്സ് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 എൻഡിലും 12 പീസാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എൻഡിൽ നമ്മൾ ആ ചെറിയ ബീഡ് കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു എയർ ബാൻഡും കൂടി ഉണ്ടാക്കുന്നത് ഒന്നുകൂടെ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റെഡ് കളറുള്ള ട്യൂബിന് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 4 mm ബീഡും എടുത്തിട്ടുണ്ട്. ബേസിൻ്റെ മുകളിൽ ഞാനൊരു സൈഡിൽ ബീഡ് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സ് ഓരോന്നായി കോർത്തെടുക്കാം. നമുക്ക് വൈറ്റ് ബീഡ്സ് ആകുമ്പോൾ അതേത് കളർക്കും മാച്ച് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ട്യൂബ് പീസ് ഓരോന്നായി കോർത്തെടുക്കാം. നമുക്ക് എൻഡിൽ ആ ചെറിയ ബീഡോടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1/2 മീറ്റർ ഗിൽറ്റർ ട്യൂബ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് ട്യൂബ് വെച്ചിട്ട് ഒരു എയർ ബാൻഡും ചെയ്തെടുക്കാം. പിന്നെ ബാലൻസ് വരുന്ന ട്യൂബ് പീസ് വെച്ചിട്ട് നമുക്കിതുപോലെ ബീഡ്സ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു എയർ ബാൻഡ് ഇവിടെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള 2 എയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ഇതുപോലെ ബീഡ്സ് ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1/2 മീറ്റർ വെച്ചിട്ട് 4 എയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1/2 മീറ്റർ ഗിൽറ്റർ ട്യൂബ് കൊണ്ട് തന്നെ ബീഡ്സ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ 4 എയർ ബാൻഡൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 മീറ്റർ ട്യൂബിന് നമുക്ക് 20 രൂപയെ വരുന്നുള്ളൂ.
നമുക്ക് ബീഡ്സിനും ചെറിയ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ. ഒരു പാക്ക് ബീഡ്സിന് 10 രൂപ എങ്ങാനേ വരുന്നുള്ളൂ. നമുക്ക് ഒരു പാക്ക് ഫുള്ളായിട്ടൊന്നും വേണ്ടിയിരുന്നില്ല. പിന്നെ നമ്മൾ വലിയ ബീഡ് ആകെ 8 യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ള് ട്യൂബ് വെച്ചിട്ട് ചെയ്ത ഹെയർ ബാൻഡാണോ അതോ ബീഡ്സ് ആഡ് ചെയ്തിട്ട് ചെയ്ത ഹെയർ ബാൻഡാണോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കൊന്നുകൂടെ ഇഷ്ടമായത് നമ്മൾ ബീഡും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്ത ഹെയർ ബാൻഡാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ മാച്ചായിട്ട് ഏത് കളർ ട്യൂബ് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.